ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എ സ്റ്റുഡൻറ്റ് ഹാസ് ടു ടേക്ക് എക്സാമിനേഷൻ ഇൻ 3 കോഴ്സസ് എ ബി സി. സോ 3 കോഴ്സ് ഉണ്ട് എ ബി സി. ഹി ഹാസ് 3 ഡേയ്സ് അവൈലബിൾ ഫോർ സ്റ്റഡി. സോ മാക്സിമം 3 ഡേയ്സേ പഠിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ 3 കോഴ്സസും. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മാക്സിമം 3 ഡേയ്സ് ആർ അവൈലബിൾ. ഓക്കെ, ഹി ഫീൽസ് ഇറ്റ് വുഡ് ബി ബെസ്റ്റ് ടു study of the same course so that he may study a course for 1 day, 2 days or 3 days or not at all. മാക്സിമം 3 ഡേയ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അയാൾ പഠിക്കാൻ തീരുമാനിച്ച രീതി ഒരു കോഴ്സിന് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡേ, അല്ലെങ്കിൽ 2 കംപ്ലീറ്റ് ദിവസം, അല്ലെങ്കിൽ 3 കംപ്ലീറ്റ് ദിവസം, അല്ലെങ്കിൽ അത് പഠിക്കുന്നില്ല. ഈ രീതിയിലാണ് അയാൾ പഠിക്കാൻ തീരുമാനിച്ചത്. എനിവേ മാക്സിമം 3 ഡേയ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ 3 കോഴ്സും. ഹിസ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദി ഗ്രേഡ്സ് ഹി മേ ഗെറ്റ് ബൈ സ്റ്റഡി ആർ ആസ് ഫോളോസ്. ഓക്കെ, എസ്റ്റിമേറ്റ്സ് തന്നിട്ടുണ്ട്. സോ കോഴ്സ് എ ബി സി, സ്റ്റഡി ഡേയ്സ് 0 ദിവസം പഠിക്കാം, 1 ദിവസം പഠിക്കാം, 2 ദിവസം പഠിക്കാം, മാക്സിമം 3 ദിവസം. ആൻഡ് കറസ്പോണ്ടിങ് ഗ്രേഡ്സ് ആർ ഗിവൺ. അതായത് എ എന്ന് പറയുന്നത് 0 ഡേയ്സ് പഠിച്ചാൽ കിട്ടുന്ന ഗ്രേഡ് 0, ബി എന്ന് പറയുന്നത് 0 ഡേയ്സ് പഠിച്ചാൽ കിട്ടുന്ന ഗ്രേഡ് 1, സി എന്ന് പറയുന്നത് 0 ഡേയ്സ് പഠിച്ചാൽ കിട്ടുന്ന ഗ്രേഡ് 0. അതേപോലെ നെക്സ്റ്റ് എ എന്ന് പറയുന്ന 1 ഡേ പഠിച്ചാൽ കിട്ടുന്ന ഗ്രേഡ് 1, ബി ഒരു ദിവസം പഠിച്ചാൽ കിട്ടുന്ന ഗ്രേഡ് 1, സി. സോ ആ രീതിയിലാണ് ടേബിൾ വന്നിരിക്കുന്നത്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹി മാക്സിമൈസസ് ദ സം ഓഫ് ഹിസ് ഗ്രേഡ്. സോ ഗ്രേഡ്സ് നമുക്ക് മാക്സിമൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അയാൾ ഏത് രീതിയിൽ പഠിക്കണം, ഓരോ കോഴ്സ് എത്ര ദിവസം വെച്ച് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഗ്രേഡ് മാക്സിമൈസ് ചെയ്ത് കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് നമ്പേഴ്സും ഉണ്ട്, അതേപോലെ കോഴ്സും തന്നിട്ടുണ്ട്. അതേപോലെ ഗ്രേഡ്സ് ആണ് ഈ ടേബിളിൽ ഇവിടെ ഇങ്ങനെ തന്നിരിക്കുന്നത്. മെട്രിക്സ് ഫോമിൽ തന്നിരിക്കുന്ന ഗ്രേഡ്സ് ആണ്. ഓരോ കോഴ്സ് എത്ര ദിവസം പഠിച്ചാൽ എത്ര ഗ്രേഡ് കിട്ടുമെന്നുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ലെറ്റ് U1, U2, U3 വിത്ത് എ നമ്പർ ഓഫ് ഡേയ്സ് ഹി ഷുഡ് സ്റ്റഡി ദ കോഴ്സസ് എ ബി സി. അതാണല്ലോ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഹൗ ഷുഡ് ഹി സ്റ്റഡി സോ ദാറ്റ് ഹി മാക്സിമൈസസ് ദ സം ഓഫ് ഹിസ് ഗ്രേഡ്സ്. ഗ്രേഡ് മാക്സിമൈസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പഠിക്കണം? സോ ഓരോ കോഴ്സ് എത്ര ദിവസം പഠിക്കണം എന്നുള്ളതിന് ഞാൻ U1, U2, U3 എടുക്കണം. U1, U2, U3 വിത്ത് എ നമ്പർ ഓഫ് ഡേയ്സ് ഹി ഷുഡ് സ്റ്റഡി ദ കോഴ്സസ് എ ബി സി റെസ്പെക്റ്റീവ്ലി. സോ U1 എന്ന് പറയുന്നത് എ പഠിക്കാൻ എടുക്കുന്ന ദിവസം, U2 എന്ന് പറയുന്നത് ബി പഠിക്കാൻ എടുക്കുന്ന ദിവസം, U3 എന്ന് പറയുന്നത് സി പഠിക്കാൻ എടുക്കുന്ന ദിവസം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്? ആൻഡ് ലെറ്റ് F1 ഓഫ് U1, F2 ഓഫ് U2, F3 ഓഫ് നമ്മൾ പഠിക്കുന്ന ദിവസത്തിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ആ ഗ്രേഡ്സിനെ ഞാൻ F1 ഓഫ് U1, F2 ഓഫ് U2, F3 ഓഫ് U3 ആയിട്ട് എടുക്കുന്നു. ഓരോന്നിനും ഓരോ കോഴ്സിനും കിട്ടുന്ന ഗ്രേഡ്, എക്ക് കിട്ടുന്ന ഗ്രേഡ് F1 ഓഫ് U1, ബിക്ക് കിട്ടുന്ന ഗ്രേഡ് F2 ഓഫ് U2, സിക്ക് കിട്ടുന്ന ഗ്രേഡ് F3 ഓഫ് U3 ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലം എന്താണ്? വി ഹാവ് ടു മാക്സിമൈസ് ദ ഗ്രേഡ്. സോ ദ പ്രോബ്ലം ഈസ് ടു മാക്സിമൈസ് ദ സം ഓഫ് ദ ഗ്രേഡ്സ് ആണ്. മാക്സിമൈസ് ദ സം ഓഫ് ദ ഗ്രേഡ്. സോ മാക്സിമൈസ് F1 U1 പ്ലസ് F2 U2 പ്ലസ് F3 U3. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനൊരു ഡൈനാമിക് പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണ്? മാക്സിമൈസ് ദ ഗ്രേഡ്. സോ മാക്സിമൈസ് F1 U1 പ്ലസ് F2 U2 പ്ലസ് F2 U3 സബ്ജക്ട് ടു നമ്മൾ U1, U2, U3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനെന്താണ് റെസ്ട്രിക്ഷൻ? നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ടോട്ടൽ എത്ര ഡേയ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് കണ്ടോ, ഹി ഹാസ് 3 ഡേയ്സ് അവൈലബിൾ ഫോർ ദ സ്റ്റഡി. സോ U1 പ്ലസ് U2 പ്ലസ് U3ക്ക് മാക്സിമം എത്ര ആവാൻ പറ്റൂ? 3 ആവാൻ പറ്റൂ. എന്നാൽ മാക്സിമം എങ്ങനെ പിടിച്ചാലും 3 ദിവസം അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, സോ സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻറ്റ് എന്തായിട്ട് എടുക്കണം? U1 പ്ലസ് U2 പ്ലസ് U3 മാക്സിമം ആണ് 3 ഡേയ്സ്. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ആ നമ്പർ ഓഫ് ഡേയ്സ് എപ്പോഴും എന്താണ്? U1, U2, U3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മിനിമം അതിന് 0 ആവാനേ പറ്റുള്ളൂ. ആൻഡ് ആർ ഇൻറ്റിജേഴ്സ്. U1, U2, U3 എപ്പോഴും ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൽ UG ആർ ദി ഡെസിഷൻ വേരിയബിൾസ്. ഓക്കെ, നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് സിംഗിൾ അഡിറ്റീവ്ലി സെപ്പറബിൾ റിട്ടേണുമാണ്. അതേപോലെ കൺസ്ട്രെയിൻറ്റ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? കൺസ്ട്രെയിൻറ്റ് നമുക്ക് കിട്ടുന്നത് സിംഗിൾ അഡിറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്. നോക്കിയറിയാം, സിംഗിൾ നമുക്ക് തന്നിരിക്കുന്ന ജനറൽ ഫോമാറ്റ് പ്രോബ്ലം 2ൻ്റെ ജനറൽ ഫോമാറ്റാണ്. സിംഗിൾ അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റും അഡിറ്റീവ്ലി സെപ്പറബിൾ റിട്ടേണും അതേ ഫോർമാറ്റിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ആ പ്രോബ്ലം ചെയ്യാം. UG ആർ ദ ഡെസിഷൻ വേരിയബിൾസ് ആൻഡ് FG ഓഫ് UG ആർ ദ റിട്ടേൺ ഈക്വൽ ടു 1, 2, 3. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് XJ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. നമ്മൾ ആ സിംഗിൾ അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റ് അഡിറ്റീവ്ലി സെപ്പറബിൾ റിട്ടേണകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ജനറൽ ഫോമിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. X3 ആയിട്ട് നമ്മൾ എടുക്കുന്നത് U1 പ്ലസ് U2 പ്ലസ് U3 ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. നെക്സ്റ്റ് വേരിയബിൾ X2 ഈസ് ടേക്കൺ ആസ് U1 പ്ലസ് U2 ആൻഡ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് X3 മൈനസ് U3. Okay, and X1 is U1 and it can be written as X2 minus U2.
ആൻഡ് ഹിയർ ദ സ്റ്റേറ്റ് നമ്മൾ ആ ജനറൽ ഫോമിൽ പറഞ്ഞ പോലെ തന്നെ എക്സ് ജെ മൈനസ് വണ്ണിനെ ടി ജെ ഓഫ് എക്സ് ജെ യു ജെ ആയിട്ട് ഇടുകയാണ്. എക്സ് ടുവിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ത്രീ യു ത്രീ, എക്സ് വണ്ണിനെ ഫംഗ്ഷൻ ഓഫ് എക്സ് ടു യു ടു ആയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ റിക്കേഴ്സീവ് ഫോമുല, അതിൻ്റെ കറസ്പോണ്ടിങ് റിക്കേഴ്സീവ് ഫോമുല ജനറൽ ഫോമിൽ കിടക്കുന്ന പോലെ തന്നെ നമ്മൾ എഴുതുകയാണ്. ആൻഡ് ഹിയർ f1 of x1 is f1 of u1 and f2 of x2 is maximize u2, f2 of u2 plus f1 of x1 and f3 of x3 is maximize u3, f3 of u3 plus f2 of x2. Okay. So this can be written as എന്താണ് f3 of x3 is maximum u3. So f2 of x2വിനകത്ത് maximum u2 ഉണ്ട്. സോ അങ്ങനെയാണ് ഇത് കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം, maximum u1 u2 u3, f3 of x3 plus f2 of u2 plus f1 of u1. f1 of x1 here it can be written as f1 of u1. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ എഴുതാം. അതാണ് നമ്മുടെ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ. സോ റിക്കർസീവ് ടേബിൾ ഫസ്റ്റ് സ്റ്റേറ്റ് റിട്ടേൺസ് എഫ് ജി ഓഫ് യു ജെ. ഇത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ടേബിൾ വെച്ചിട്ടാണ് എഴുതുന്നത്. യു ജെയുടെ വാല്യൂസ് 0 1 2 3. യു ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. സോ ഓരോ യു ജെക്കും ഏത് 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം, മാക്സിമം 3 വരെ എടുക്കാം. സോ യു ജെ 0 1 2 3 ആൻഡ് ഹിയർ ജെ വേരീസ് ഫ്രം 3 സ്റ്റേറ്റ് വേരിയബിൾസ് ആണുള്ളത്. സോ ജെ വേരി 2 3 ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന ടേബിളിൽ റോ ആയിട്ട് വരുന്നതിനെ ഇവിടെ കോളമായിട്ട് എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആ ടേബിൾ നോക്കുക, അതിൻ്റെ കറസ്പോണ്ടിങ് റോയെ കോളമായിട്ടോ അല്ലെങ്കിൽ കോളത്തിനെ റോ ആക്കിയാണ് ഈ കറസ്പോണ്ടിങ് ടേബിൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ടേബിൾ സ്റ്റേറ്റ് ട്രാൻസ്ഫോർമേഷൻ എക്സ് ജെ മൈനസ് 1 കണ്ടുപിടിക്കാനായിട്ട്. സോ അതിന് വരുന്നത് യു ജെ വാല്യൂസ് 0 1 2 3 ആൻഡ് ഇവിടെ എക്സ് ജെ വാല്യൂസ് എടുക്കും. യു ജെ എടുക്കുന്ന അതേ വാല്യൂസ് തന്നെ ആയിരിക്കും എക്സ് ജെയും എപ്പോഴും എടുക്കുന്നത് ഏത് പ്രോബ്ലത്തിലും. സോ എക്സ് ജെ ക്യാൻ ടേക്ക് വാല്യൂസ് 0 1 2 3 ഇറ്റ് സെൽഫ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഇവിടെ നോക്കുക. ഫസ്റ്റ് കോളം എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് x1 എന്ന് പറയുന്നത് x2 മൈനസ് u2 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം x1 എന്ന് പറയുന്ന വേരിയബിൾ എന്താണ്, x2 മൈനസ് u2 ആണ്. വേരിയബിൾസ് കറസ്പോണ്ടിങ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, x2 ഈസ് x3 മൈനസ് u3. സോ നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെയാണ്. സോ അങ്ങനെ ആണെങ്കിൽ നമ്മളിവിടെ കണ്ടുപിടിക്കുക, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഇങ്ങനെ ആ ഡെഫിനിഷനൊന്നും അറിയണം എന്നില്ല, ഓരോ കോളം. സോ 0 0 എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ 0 മൈനസ് 0 എടുക്കും. 0 0 മീൻസ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന എക്സ് ജെ വാല്യൂ ആണ്. ഇത് കണ്ടോ, T2 ഓഫ് x2 u2 ആണ് x1 ആയിട്ട് ഡിഫറൻസ്. ഈ x2ൻ്റെ 0 0 0 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് ഇത് തന്നെ 0 മൈനസ് 0. സോ ദാറ്റ് ഈസ് 0 വരും. അതേപോലെ നെക്സ്റ്റ് 1 0, നെക്സ്റ്റ് അടുത്ത കോളം എലമെൻറ്റ് 1 0. എക്സ് ജെയുടെ വാല്യൂ 1, യു ജെയുടെ വാല്യൂ 0. 1 0 ഈസ് ഗിവൺ ആസ് 1 മൈനസ് 0, ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് 2 0, 2 0 ഈസ് ഗിവൺ ആസ് 2 മൈനസ് 0, ദാറ്റ് ഈസ് 2. 3 0 ഈസ് ഗിവൺ ആസ് 3 മൈനസ് 0, ദാറ്റ് ഈസ് 3. ആൻഡ് നെക്സ്റ്റ് കോളം ആൻഡ് 0 1, that is defined as 0 minus 1, that is negative, so we will not take. Okay, next 1 1, so 1 minus, that is 0, that is written like this. So ഈ രീതിയിലാണ് നമ്മൾ ഈ കോളം ഫില്ല് ചെയ്യുക. ഓക്കെ. ഗോയിങ് ടു നെക്സ്റ്റ് ടേബിൾ, റിക്കർസീവ് ഓപ്പറേഷൻസ്. റിക്കർസീവ് ഓപ്പറേഷനിൽ ഫസ്റ്റ് f2 of u2 വരും, ദെൻ f1 of x1 ആൻഡ് f2 of u2 പ്ലസ് f1 of x1 ചെയ്യും. നെക്സ്റ്റ് മാക്സിമം വാല്യൂ എടുത്തിടും. ക്വസ്റ്റ്യൻ മാക്സിമൈസ് ആണ്. റിക്കർസീവ് ഓപ്പറേഷൻസ് നോക്കുക, മാക്സിമൈസ് ആണ്. So f2 of x2 is given as maximum of f2 of u2 plus f1 of x1. So ലാസ്റ്റ് കോളത്തിൽ മാക്സിമം വാല്യൂ വരും. ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് ടേബിൾ വന്നപ്പോൾ u1 അല്ല, ഇനി u2ഉം x2 ആണ്. സോ u2 വാല്യൂസ് എന്താണ്, u2 വാല്യൂസ് എന്ന് പറയുന്നത് 1 1 3 4 ആണ്. അത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കോളം നോക്കുക. ഫസ്റ്റ് കോളം അല്ല, ഫസ്റ്റ് ടേബിൾ നോക്കുക. സ്റ്റേജ് റിട്ടേൺസ് എഫ് ജെ ഓഫ് യു ജെ. എഫ് ജെ ഓഫ് യു ജെയുടെ വാല്യൂസ് എന്താണ്, അതായത് u2ൻ്റെ വാല്യൂസാണ് ചോദിച്ചിരിക്കുന്നത്. u2ൻ്റെ വാല്യൂസ് മീൻസ് എന്താണ്, സെക്കൻഡ് കോളമാണ് വരുന്നത്. u2ൻ്റെ വാല്യൂസ് മീൻസ് സെക്കൻഡ് കോളമാണ് വരുന്നത്. കറസ്പോണ്ടിങ് ടു j ഈസ് ഈക്വൽ ടു 2. സോ സെക്കൻഡ് കോളത്തിലെ വാല്യൂസ് എന്താണ് വരുന്നത്, 1 1 3 4. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ u2 വാല്യൂസ് എന്ന് പറയുന്നത് 1 1 3 4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ടേബിൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് u2ൻ്റെ വാല്യൂ 0 വരുമ്പോൾ, സോ u2 ഈസ് ഈക്വൽ ടു 0 വരുമ്പോൾ f2 of u2 ഈസ് it is given as 1. Okay, u2 is equal to 0. u2 is equal to 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f2 of u2ൻ്റെ വാല്യൂ എന്താണ്, u2 is equal to 0 വരുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ഈ 1 1 3 4 ആണ് u2 വാല്യൂസ്. അതിൽ പർട്ടിക്കുലർ u2 0 ആകുമ്പോൾ ഉള്ള വാല്യൂ എന്താണ്, 1 ആണ് വരുന്നത്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്ത് ഫില്ല് ചെയ്യും, f2 of u2 എന്ന് പറയുന്നത് 1 1 1 1 എന്ന് കോളത്തിൽ ഫില്ല് ചെയ്യും. സോ അങ്ങനെയാണിത് 1 1 1 1 വന്നത്. സോ അങ്ങനെയാണിത് 1 1 1 1 വന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ്
u2 ഈസ് ഈക്വൽ ടു 1. അടുത്ത കോളം ഫില്ല് ചെയ്യാനാണ്. u2 ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ f2 ഓഫ് u2ൻ്റെ വാല്യൂ എന്താണ്? u2 1 ആകുമ്പം ഈ 1134 നെക്സ്റ്റ് വാല്യൂ ആണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് എന്താണ് 1 ആണ് വരുന്നത്. സോ നമുക്ക് എന്തായിരിക്കും ഇവിടെ വരുന്ന വാല്യൂസ്? ആ 1 തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതണം. റിപ്പീറ്റ് എഴുതുമ്പോൾ എവിടെയൊക്കെ വരുമെന്ന് നോക്കണം. ഇവിടെ നമുക്ക് തൊട്ട് മുമ്പത്തെ ടേബിളിൽ ഇവിടെ 4 പൊസിഷനിൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കോളത്തിൽ f2 ഓഫ് u2 വന്നപ്പോഴും 4 പൊസിഷനിലും 1 കൊടുത്തത്. ഇനി ഇവിടെ നോക്കിയാൽ തൊട്ട് മുമ്പത്തെ ടേബിളിൽ ഫസ്റ്റ് പൊസിഷൻ ബ്ലാങ്ക് ആണ്. സോ നെക്സ്റ്റ് ടേബിളിൽ ആ പൊസിഷൻ ഫില്ല് ചെയ്തത്. സോ ഇവിടെ വരുന്ന വാല്യൂ 1 ആണ്, നെക്സ്റ്റ് വാല്യൂ 1 ആണ്. സോ അത് ഇവിടെ എന്തൊക്കെ എൻട്രീസ് ഉണ്ടോ അവിടെ മാത്രമേ ഫില്ല് ചെയ്യുള്ളൂ. സോ സെക്കൻഡ് കോളത്തിൽ ഈ 3 എൻട്രീസ് മാത്രമേ ഉള്ളൂ. സോ അവിടെ മാത്രം ഫില്ല് ചെയ്യുന്നു. നെക്സ്റ്റ് വാല്യൂ 2 എടുക്കും, f2 ഓഫ് u2. f2 ഓഫ് u2ൻ്റെ വാല്യൂ എന്താണ്? 3. നെക്സ്റ്റ് വാല്യൂ ആണ് 3 ആണ് വരുന്നത്. സോ 3 കഴിഞ്ഞ ടേബിളിൽ എവിടെയൊക്കെ വാല്യൂസ് ഉണ്ടോ അവിടെ മാത്രം ആ 3 ഫില്ല് ചെയ്യുക. സോ ഈ 2 വാല്യൂസ് ആണല്ലോ. സോ അവിടെ രണ്ടും 3 കൊടുത്തു. സിമിലർലി u2ൻ്റെ വാല്യൂ 3 എടുക്കാൻ നേരത്ത് f2 ഓഫ് u2 കറസ്പോണ്ടിങ് ലാസ്റ്റ് വാല്യൂ ആണ് വരുന്നത് 4. കഴിഞ്ഞ ടേബിളിൽ ലാസ്റ്റ് പൊസിഷനിലേ ഉള്ളൂ. സോ ലാസ്റ്റ് പൊസിഷനിൽ 4 കൊടുക്കുന്നു. നെക്സ്റ്റ് f1 ഓഫ് x1ൻ്റെ വാല്യൂസ് ആണ് എഴുതുന്നത്. ഓക്കെ, f1 ഓഫ് x1 വാല്യൂസ് എഴുതുന്നത് ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. f1 ഓഫ് x1 ഈസ് ഡിഫൈൻഡ് ആസ് എന്താണ്? റിക്കർസീവ് ഓപ്പറേഷൻ നോക്കുക. നമ്മൾ ആദ്യം റിക്കർസീവ് ഫോർമുലാസ് എഴുതി വെച്ചിട്ടുണ്ട്. f1 ഓഫ് x1 എന്ന് പറയുന്നത് f1 ഓഫ് u1 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഓരോ കോളം നോക്കുക. 0 0 നമ്മൾ നേരത്തെ എടുത്ത പോലെ 0 0 എന്ന് വരുമ്പോൾ u1 വാല്യൂ 0 മൈനസ് 0. സോ f1 ഓഫ് u1ലെ കറസ്പോണ്ടിങ് വാല്യൂ എടുക്കണം. f1 ഓഫ് 0. സോ ഫസ്റ്റ് ടേബിളിൽ നിന്നാണ് f1 ഓഫ് 0. f1 ഓഫ് 0യുടെ വാല്യൂ എന്താണ് വരുന്നത്? 0. സോ f1 ഓഫ് 0 ഈസ് 0. സോ ആ വാല്യൂ കൊടുക്കുന്നു. നെക്സ്റ്റ് 1 0. സോ 1 മൈനസ് 0 1 വരും. f1 ഓഫ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് f1 ഓഫ് 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഓക്കെ, സോ അതങ്ങനെ വരും. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂസ് ആയിരിക്കും ഓരോന്നിനും വരുന്നത്? ഈ 0 1 എന്ന് പറയുന്ന വാല്യൂ വരും. സോ ഈ ടേബിൾ അങ്ങനെയാണ് കണ്ടുപിടിച്ച് വരുന്നത്. അതേപോലെ സെക്കൻഡ് കോളവും ഫില്ല് ചെയ്യുന്നു. ഓക്കെ, സിമിലർലി അതേ രീതിയിൽ തന്നെ f3 ഓഫ് u3 നെക്സ്റ്റ് ടേബിൾ. ഓക്കെ, ഇവിടെ ഇനി എന്താണ് ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ എലമെൻറ്റ്സ് സം ചെയ്ത് എഴുതുന്നു. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ഓരോ റോയിലെ മാക്സിമം വാല്യൂ ഏതാണോ അതെടുത്ത് എഴുതുന്നു. ഇതേ രീതിയിൽ തന്നെ സിമിലർലി ഈ ടേബിൾ നമ്മൾ ഫോം ചെയ്യുന്നു. സോ അവസാനം നമ്മൾ ഫൈനൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ f3 ഓഫ് x3യിലെ മാക്സിമം വാല്യൂ നോക്കുക. 1 2 4 5 മാക്സിമം വാല്യൂ ഇസ് 5. സോ അതാണ് റിക്വയർഡ് മാക്സിമം വാല്യൂ. f1 ഓഫ് x1 പ്ലസ് f1 ഓഫ് u1 പ്ലസ് f2 ഓഫ് u2 പ്ലസ് f3 ഓഫ് u3. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 5 എന്ന് കിട്ടും. സോ ഗ്രേഡ് മാക്സിമം കിട്ടാവുന്ന ഗ്രേഡ് 5 ആണ്. എങ്ങനെ പഠിക്കണം എന്നുള്ളത്. സോ ഇവിടുന്ന് ബാക്കിലേക്ക് പോയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇവിടെ മാക്സിമം വാല്യൂ 5. ആ 5 തരുന്നത് ഇവിടെ നിന്നാണ്. സോ 5 ഇവിടെ നമ്മൾ കൊടുക്കുന്നു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള u3യുടെ വാല്യൂ നോക്കുന്നു 2. സോ അങ്ങനെയാണ് u3യുടെ വാല്യൂ 2 കിട്ടുന്നു. ഓക്കെ, ഡെസിഷൻ വേരിയബിൾസ് u3യുടെ വാല്യൂ 2 കിട്ടുന്നു. ഇനി ഈ 5 തന്നത് ഈ 2ഉം ഇവിടെ കറസ്പോണ്ടിങ് 3യും കൂടെ ആഡ് ചെയ്യുന്നതാണ്. സോ ബാക്കിലേക്ക് പോകുമ്പോൾ ഈ 5 തരാൻ കാരണമായത് ഇവിടുത്തെ 2 ആണ്. സോ ആ 2 f2 ഓഫ് x2യിൽ 2 നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഇതിന് മുമ്പത്തെ ടേബിളിലേക്ക് പോകും. അവിടെ f2 ഓഫ് x2 ആണ്. ആ 2 തന്നെ നമ്മളിവിടെ റൗണ്ട് ചെയ്യും. 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ 2 ആണ് നമ്മളിങ്ങോട്ട് എഴുതിയപ്പം മാക്സിമം വാല്യൂ ആയിട്ട് എഴുതുന്നത്. സോ അത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 2. ഇത് തരുന്ന f1 ഓഫ് x1ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 1. ഈ 1 തരുന്ന ഡെസിഷൻ വേരിയബിൾ u2 ഏതാണ്? 0 ആണ്. സോ അതുകൊണ്ട് തന്നെ അടുത്ത ഡെസിഷൻ വേരിയബിൾ u2 എന്ന് പറയുന്നത് നമ്മളിവിടെ 0 ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കിലേക്ക് പോകും. u1 കണ്ടുപിടിക്കണം. സോ അത് 0 കിട്ടി. ഓക്കെ, ഈ 1 നമുക്ക് കറസ്പോണ്ടിങ് കിട്ടുന്നത് എവിടെ നിന്നാണ്? f1 ഓഫ് x1 കറസ്പോണ്ടിങ്ങിൽ നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ f2 ഓഫ് u2ൻ്റെ ഏത് എലമെൻറ്റാണ് കറസ്പോണ്ടിങ് ആയിട്ട്? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേ എലമെൻറ്റ് 1 നമ്മളിവിടെ എടുക്കുന്നു. സോ f2 ഓഫ് u2യിൽ 1. സോ f2 ഓഫ് u2യിൽ 1 തരുന്ന ഏതാണ്? ഈ എലമെൻറ്റാണ്. സോ f2 ഓഫ് u2 ആണ്. സോ കറസ്പോണ്ടിങ്ങിൽ ഈ 1 ആണ് നമുക്ക് തരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് u1 നമ്മൾ എടുക്കുന്നു. u1ൻ്റെ വാല്യൂ ഇവിടെ എന്ത് വരും? 1. സോ ഈ 1 ഇവിടെ റൗണ്ട് ചെയ്തിട്ടില്ല. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 1ഉം കൂടെ റൗണ്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. സോ അതിൻ്റെ വാല്യൂ 1. സോ അങ്ങനെയാണ് ലാസ്റ്റ് ഡെസിഷൻ വേരിയബിൾ u1 1 ആയിട്ട് എടുത്തിരിക്കുന്നത്.